وقل رب أعوذ بك من همز الشياطين وأعوذ بك رب أن يحضرون. ഈ ജിന്ന് വർഗം എന്ന് പറയുമ്പോൾ അവരിൽ പല വിഭാഗങ്ങളുമുണ്ട്. എന്നാൽ ചില ആളുകൾ വിശ്വസിക്കുന്നു, പറയുന്നു ജിന്നുകളുടെ ശൈത്താന്മാരുടെ പിതാവാണ് ഇബ്ലീസ് എന്ന്. അതില്ല, അങ്ങനെ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല ജിന്നുകളുടെ പിതാവാണ് എന്ന്. അതേ സ്ഥാനത്ത് ശൈത്താന്മാരുടെ തന്തയാണ് എന്നൊക്കെ പറയും, പിതാവാണ് എന്നൊക്കെ പറയും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജിന്ന് വർഗത്തിൽപ്പെട്ട അവനെ കൊണ്ട് വിശ്വസിച്ച ഒരു വിഭാഗം, ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു സ്ത്രീ, ആ സ്ത്രീയെയാണ് അവൻ വിവാഹം കഴിച്ചത്, ഭാര്യയാക്കിയത്. അതുകൊണ്ട് അവൻ്റെ സന്താനങ്ങൾ, അവിടെ നിന്നുള്ള അവൻ്റെ സന്താനങ്ങളൊക്കെ ശൈത്താന്മാരാണ്. ജിന്ന് വർഗത്തിൽ ശൈത്താന്മാരുമുണ്ട്, നല്ല മുസ്ലിം ജിന്നുകളുമുണ്ട്. എല്ലാ ജിന്നുകളും ശൈത്താന്മാരല്ല, എല്ലാ ശൈത്താന്മാരും ജിന്നുകളാണ്. അങ്ങനെയാണ്. കാഫിർ ജിന്ന് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ജിന്നുകളിൽ. അതാണ് മനുഷ്യനെ വഴികേടിലേക്കും അക്രമത്തിലേക്കും ചീത്ത സ്വഭാവങ്ങളിലേക്കും അസഭ്യങ്ങളിലേക്കുമൊക്കെ വഴി നടത്തുന്നത്. അപ്രകാരം വഴി നടത്തുന്ന ചില ജിന്നുകളെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് സബർ എന്ന് പറയുന്ന ഒരു വിഭാഗം ജിന്നുകൾ. സബർ എന്നാണ് അവരുടെ പേര്. എന്താണതെന്നറിയോ? മനുഷ്യനിങ്ങനെ പ്രയാസത്തിൽപ്പെട്ട്, കടങ്ങളിൽപ്പെട്ട്, അല്ലെങ്കിൽ ആഗ്രഹിച്ച സംഗതികൾ നടക്കാതെ വിഷമിച്ച്, അല്ലെങ്കിൽ പ്രേമിച്ച പെണ്ണിനെ കിട്ടാതെ വിഷമിച്ച്, ഇങ്ങനെ പ്രയാസത്തിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രോഗം കൊണ്ടും ദുരിതം കൊണ്ടും വളരെ പ്രയാസവും വിഷമവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സമീപിക്കുകയും ആ പ്രയാസത്തിൽപ്പെട്ടവനെ പിരാഗി പറയാൻ തോന്നിപ്പിക്കുകയും ചെയ്യുന്നവൻ. എന്നെ പടച്ചവൻ ഇങ്ങനെ ആക്കിയല്ലോ, എൻ്റെ റബ്ബേ എന്തിനാണ് എന്നെ എങ്ങനെ ആക്കിയത്, എനിക്ക് എത്ര സൃഷ്ടികളുണ്ട്, നീ മറ്റുള്ളവരോട് കാണിക്കുന്നൊരു കരുണെങ്കിലും എനിക്ക് കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഖേദിക്കുന്ന, പുലഭ്യം പറയുന്ന കുറേ ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ സമർപ്പിക്കുന്നത് ഇവനാണ്, ഈ ജിന്നാണ്. ഇവന് പിരാഗി പറയാൻ തോന്നിപ്പിക്കും. പക്ഷേ ഈ തോന്നിപ്പിക്കാൻ ആരിലേ ഉള്ളൂ എന്നറിയോ? മുഅ്മിനായ മനുഷ്യരിൽ മാത്രം. അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, മുഅ്മിനായ തൗബ ചെയ്യുന്ന നല്ല മനുഷ്യരുടെ അടുക്കൽ വന്ന് പിരാഗി പറയിപ്പിക്കുന്ന ഒരു സ്വഭാവം, അതാണ് ഇവന്റെ സ്വഭാവം. പിന്നെ വേറൊരു വിഭാഗമുണ്ട്, ദാസിം എന്നാണ് അവരുടെ പേര്, ദാസിം. ഈ ദാസിം എന്ന് പറയുന്ന വിഭാഗം ശൈത്താന്മാരൊക്കെ എന്താ ചെയ്യണമെന്നറിയോ? ഭാര്യ ഭർത്താക്കന്മാർ, നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകും. അവരുടെ ഇടയിൽ ചെന്നിട്ട് സംശയങ്ങൾ ഉണ്ടാക്കിപ്പിക്കും, തോന്നലുണ്ടാക്കിപ്പിക്കും. അവരുടെ ഉള്ളിൽ കയറിയിട്ട് ഭാര്യയുടെ ഉള്ളിൽ കയറും, എന്നിട്ട് ഭർത്താവിനെ സംശയം ഉണ്ടാക്കിപ്പിക്കും. പിന്നെ ഭർത്താവിൻ്റെ ഉള്ളിൽ കയറും, പിന്നെ ഭാര്യയെ കൊണ്ട് സംശയം ഉണ്ടാക്കിപ്പിക്കും. അവൾ ഒരാളോട് സംസാരിച്ചാൽ, അവളൊന്ന് ഫോൺ ചെയ്താൽ, അല്ലെങ്കിൽ അവനെ നോക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒന്ന് കുറവ് വന്നാൽ ഒക്കെ അവളെ സംശയിക്കുക. ഭർത്താവ് ഒരു പെണ്ണിനെ കൂടി സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഫോണിൽ നിന്നൊരു പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടാൽ, ഇങ്ങനെയൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക. എന്നിട്ട് അവരെ പരസ്പരം തെറ്റിപ്പിക്കുക. ഈ ഒരു പ്രവണത ഉണ്ടാക്കുന്ന ശൈത്താന്മാരാണ് ദാസിം എന്ന് പറയുന്ന ശൈത്താന്മാർ. നല്ല പ്രവർത്തനമാണല്ലോ അല്ലേ? ശക്തമായ തീരെ റെസ്റ്റില്ലാത്ത പ്രവർത്തന. കാരണം കോടിക്കണക്കിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ദുനിയാവിലുള്ളത്. ആ ഭാര്യ ഭർത്താക്കന്മാർ ഏത് വിഭാഗങ്ങളിൽപ്പെട്ടതാണെങ്കിലും കേട്ടോ, ഈ ഹിന്ദു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മുസ്ലിം ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും, ഭാര്യയും മനുഷ്യൻ എന്ന സൃഷ്ടിയിലെ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ജോലി ഈ ഒരു ശൈത്താനുക്ക് ഉള്ളതാണ്. അവർ ദാസിം എന്നാണ് പേര് പറഞ്ഞത്.
മൂന്നാമത്തതാണ് അഴവര് എന്ന് പറയുന്ന ഒരു വിഭാഗം ശൈത്താന്മാർ. പരബന്ധത്തിന്, പര സ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു വിഭാഗം. ചില ആളുകൾ പറയുമല്ലോ, ചില ആളുകളെ, ചില സ്ത്രീയെയും പുരുഷനെയും പിടിക്കപ്പെടുമ്പോൾ, ഓ എന്താപ്പാ കോലം, ആ പെണ്ണിനെയല്ലോ ഓനക്ക് പറ്റിയത്, അല്ലെങ്കിൽ ഓൾക്ക് പറ്റിയത് ആ ചെങ്ങായിനാണല്ലോ, എന്താ ഒരു അണ്ണൻ, ഒരു തെണ്ടിപ്പെറുക്കി വരുന്ന അണ്ണൻ്റെ മാതിരി കോലൊക്കെ ഉണ്ട്, എന്നാൽ അവൾക്ക് അവനോട് ആകർഷണം തോന്നി, അല്ലെങ്കിൽ തോന്നിപ്പിച്ചു, ഈ പിശാച് തോന്നിപ്പിച്ചു. അതുപോലെ തന്നെ അവനിക്ക് അവളോട് ആകർഷണം തോന്നിപ്പിച്ചു. ഇങ്ങനെ പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം എന്നൊക്കെ പറയുന്ന അശ്ലീല വിഷയങ്ങൾക്ക് രസം കണ്ടെത്തിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അഴ്വറി എന്ന് പറയുന്ന വിഭാഗം ജിന്നുകളുടെ പ്രവൃത്തി. അല്ലാത്ത ഒരു ദൗത്യമാണല്ലേ. കാരണം ശൈത്താൻ ഇബ്ലീസ് ഓരോ വിഭാഗമാക്കിയിട്ട് വിട്ടിക്കണേ മനുഷ്യരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ജിന്നിന്റെ പിതാവ് ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കും. അതിന് പരിശുദ്ധ ഖുർആൻ നല്ല തെളിവ് തന്നിട്ടുണ്ട്. ശൈത്താന്മാരുടെ പിതാവ് എന്നല്ല, ജിന്നിന്റെ പിതാവ്. കാരണം ശൈത്താന്മാരുടെ പിതാവ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അവരൊക്കെ ജിന്നുകളാണേ. അതുകൊണ്ട് ജിന്നിന്റെ പിതാവ് സൂറത്തുൽ ജിന്നിൽ ഉണ്ടല്ലോ, എന്നാ പറഞ്ഞത്. കത്തിജ്വലിക്കുന്ന തീജ്വാലയിൽ നിന്നും ജിന്നുകളുടെ പിതാവിനെ ഞാൻ സൃഷ്ടിച്ചു എന്ന് അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞു തരികയും അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായിട്ട് പൂർണ്ണമായും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ നമുക്കിത്ര പ്രശ്നം? റസൂലിന്റെ പ്രബോധനം ഇവിടെ ഉണ്ട്, അതിന് നമുക്ക് യാതൊരു വിഷമവുമില്ല. അപ്പം നമ്മൾ ഈ ജിന്നിന്റെ പിതാവിനെ ഇബ്ലീസിന്റെ പിതാവ് എന്നാണ് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇബ്ലീസ് ആരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ, ഒരു കാലഘട്ടത്തിൽ ഈ ജിന്ന് സമൂഹത്തിന് തന്നെ ഒരു നാശം വന്നിട്ടുണ്ട്, ഒരു വലിയ നാശം. ആ നാശത്തിൽ ഒരു കുഞ്ഞ് മാത്രം ബാക്കിയായിട്ടുണ്ട്, ഒരു കുഞ്ഞ് ബാക്കിയായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നിന്ന് പറയപ്പെടുന്നത് ഈ ഇബ്ലീസിനെ മലക്കുകൾ കൂടെ കൊണ്ട് നടക്കുകയും അവനെ പഠിപ്പിക്കുകയും അവർ പഠിപ്പിച്ചിട്ടോ, മലക്കുകൾ പഠിപ്പിച്ച്, പിന്നെ മലക്കുകളേക്കാൾ കൂടുതൽ അവൻ പഠിക്കുകയും എന്നിട്ട് മലക്കുകൾക്ക് അവൻ ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന്. അങ്ങനെ മലക്കുകൾ അവനെ ഉസ്താദ് എന്ന് വിളിക്കുന്ന ഘട്ടത്തിലെത്തിയിരുന്നു. അങ്ങനെ മലക്കുകൾക്ക് ഉസ്താദായ ഈ അസാസിൽ എന്ന് പറയുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസ് 1.25 ലക്ഷത്തോളം ആയുസ് ജീവിക്കുകയും ഈ 1.25 ലക്ഷം വരുന്ന ആയുസ് കാലം മുഴുവനും അവൻ ഇബാദത്ത് ചെയ്യുകയും ചെയ്തു അള്ളാഹുവിന്. അതിനുശേഷമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ചപ്പോഴാണ് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതും അവൻ ഞാൻ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞ് പിന്മാറിയതും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. എന്നാൽ നാലാമത്തെ ഒരു വിഭാഗമുണ്ട്, മസൗത്ത് എന്നാണ് ഇവരുടെ പേര്. മസൗത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ശൈത്താന്മാരുണ്ട്. കളവും നുണയും പ്രചരിപ്പിക്കലാണ് ഇവരുടെ പരിപാടി. എന്തെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ അത് ഉള്ളതിന് കൂടുതൽ ഉണ്ടാക്കി പറയാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുക, അങ്ങനെ അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക. ഒരു പുരുഷനെയോ സ്ത്രീയെയോ വേണ്ടാത്ത കാര്യങ്ങൾ പിടിക്കപ്പെടുകയോ മറ്റോ ഉണ്ടായാൽ അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. മാത്രമല്ല, രഹസ്യമായി ഒരു പുരുഷൻ ഒരു പ്രവൃത്തി ചെയ്താൽ അല്ലെങ്കിൽ ചെയ്യാൻ പോകുമ്പോൾ അവൻ വളരെയധികം സൗകര്യം കൂട്ടിക്കൊടുക്കുകയും എന്നിട്ട് പിന്നെ അതിനെ ജനങ്ങൾക്ക് മുമ്പിൽ വെളിയിലേക്ക് കാണിക്കപ്പെടാനുള്ള വഴികൾ അവൻ ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് അതാരുടെ പണിയാണ്? അത് മസൗത്ത് അഴവറിന്റെ പണി കേട്ടോ, അഴവറിന്റെ പണിയാണ്. അഴവറി എന്ന് പറയുന്ന മൂന്നാമത്തെ ശൈത്താൻ പറഞ്ഞത്.
അവർ ഇങ്ങനെയൊക്കെ ഓനെ കൊണ്ട് ചെയ്യിപ്പിച്ച് പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ, മനുഷ്യനെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനും എന്നിട്ട് അവരെ കൊണ്ട് നുണ പറയിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു തരം പിശാചുക്കളാണ് ആര്? ശൈത്താന്മാരാണ് ഈ മസൗത്ത്. ഇനി സൽനബൂർ എന്ന് പറയുന്ന ഒരു ശൈത്താനുണ്ട്, ഒരു വിഭാഗം ശൈത്താന്മാരുണ്ട്. അവര് അങ്ങാടികളിലൊക്കെ എപ്പോഴും ഉണ്ടാകും. അങ്ങാടികളിൽ വരുന്നവരുടെ ഹൃദയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക, ശത്രുവിനെ കാണിച്ചു കൊടുക്കുക, അതുപോലെ കലഹങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കി അവരെ പരസ്പരം തല്ലിപ്പിക്കുക, ഇങ്ങനത്തെയൊക്കെ, അല്ലെങ്കിൽ പുലഭ്യങ്ങൾ പറയിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തിയാണ് സൽനബൂർ എന്ന പിശാച് ചെയ്യുന്നത്. ഇവരൊക്കെ ബാങ്ക് കണ്ട് കേട്ടാൽ അപ്പോൾ ഓടിപ്പോകും. ആ സമയത്ത് മുസ്ലിം ജിന്ന് മാത്രമേ മനുഷ്യൻ്റെ അരികിൽ ശേഷിച്ചു നിൽക്കുകയുള്ളൂ. അപ്പം മുസ്ലിങ്ങൾ ആ ബാങ്കിന് മറുപടി പറയുകയാണെങ്കിൽ, അത് മടക്കുകയാണെങ്കിൽ അതിന് സന്തോഷിക്കും ആര്? മുസ്ലിം ജിന്ന്. മാത്രമല്ല അതിന് ശേഷം അവർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ആമീൻ പറയുകയും ചെയ്യും. ബാങ്ക് കൊടുക്കുമ്പോൾ മുണ്ടാതെ നിൽക്കുകയും ബാങ്ക് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ പ്രാർത്ഥന ചൊല്ലുകയും ശേഷം അള്ളാഹുവിനോട് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ദുആ ചെയ്യുകയും ചെയ്യണം. പടച്ചോനെ, ബാങ്ക് കൊടുത്ത് ദുആ ചെയ്ത് അല്ലാഹുമ്മ റബ്ബഹാദി ദഅവതി താമ എന്ന ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ റബ്ബഹാദി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫിയ വബഅസു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅതഹു ഉർസുഖനാ ശഫാഅതു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് വരെ, ഈ മീആദ് വരെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പറയണം അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്, നീ വീട്ടിൽ തരണേ റബ്ബേ എന്ന് ആ ഒരൊറ്റ വാക്കുകൊണ്ടുള്ള പ്രാർത്ഥന, ആ ഒരൊറ്റ വാക്കുകൊണ്ടുള്ള പ്രാർത്ഥന എങ്കിലും നമ്മൾ നിർവഹിക്കണം. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണത്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാ ശൈത്താന്മാരും പോയി, എല്ലാ ശൈത്താന്മാരും ഒഴിഞ്ഞു നിന്ന് മനുഷ്യനിൽ നിന്ന് മാറി നിന്ന് ആ സമയത്ത് റഹ്മത്തിൻ്റെ മലക്കുകളും നിഅമത്തിൻ്റെ മലക്കുകളും അതുപോലെ ഈ സന്തോഷത്തിൻ്റെ മുസ്ലിം ജിന്നുകളുമാണ് നമ്മുടെ അടുക്കൽ ഉണ്ടാവുക. അപ്പോൾ അവരതിന് ആമീൻ പറയും, ആമീൻ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. മുസ്ലിം ജിന്നുകൾ എവിടെ ഉണ്ടാവുക എന്നറിയോ? ദിക്റിൻ്റെ സദസ്സുകളിലൊക്കെയാണ് ഇവർ ഉണ്ടാവുക. ദിക്റിൻ്റെ സദസ്സുകൾ, വയലിൻ്റെ പ്രഭാഷണത്തിൻ്റെ വേദികൾ, ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ ഈ മുസ്ലിം ജിന്നുകളും റഹ്മത്തിൻ്റെ മലക്കുകളുമുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യനോട് ഒരു പ്രസംഗം കേട്ടാൽ നിങ്ങൾ അവിടെ ചെന്ന് ഇരിക്കണം, അത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾ കൈവെടിയരുത്. ഇനി കാഫിർ ജിന്നുകളാണെങ്കിലോ ഓടകളിലും മറ്റും ഒക്കെ ഉണ്ടാകും. സിങ്കുകളിൽ, ഓടകളിലൊക്കെ അവരുണ്ടാകും. സിങ്കിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന സ്ഥലത്ത്, ഓടകളിൽ വെള്ളമൊഴിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ വീടിന് അടുത്തൊക്കെ ഉണ്ടാവും ഒരു പൊന്തക്കാട്, നമുക്കൊരു വായക്കൂട്ടം ഒക്കെ പോലെ ഉണ്ടായിട്ട് അതിൽ അടുക്കളയിൽ നിന്ന് വെള്ളം പോരുന്ന സ്ഥലം. അപ്പോൾ സിങ്കുകളിൽ എന്ത് ചെയ്യരുത്? ചൂടുവെള്ളം ഒഴിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരിക്കുന്നു. അങ്ങനെ ഒഴിക്കുന്നതിന്, ഓടകളിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നതിനെയും നബി വിലക്കിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിലക്കിയത്? ജിന്നുകൾ, ശൈത്താന്മാര് അവർക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, വേദന, ഈ ചൂടുവെള്ളം തട്ടി വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ മൊയ്താമാരെടുത്തുക്കും തങ്ങന്മാരെടുത്തുക്കും അതുപോലെ നമ്മൾ പണിക്കന്മാരെടുത്തുക്കും ഒക്കെ പോവും. കുറേ കാലമായിട്ട് വീട്ടിനുള്ളിൽ ഒരു സ്വൈരം പോരാ, ഒരു സുഖം പോരാ എന്നൊക്കെ പറയും. എപ്പോഴും രോഗമാണ്, അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഡോക്ടറെ എത്തി എന്നാൽ ഡോക്ടർ പറയും കാര്യമായിട്ടുള്ള അസുഖമൊന്നും ഒരു നീരിറക്കാണ്, അത് ചെറിയ മരുന്ന് കുടിച്ചാൽ മാറും എന്നൊക്കെ പറയും. എന്നാൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ പ്രവൃത്തിയാണ് അതിൻ്റെ കാരണം. എല്ലാ പ്രവർത്തികളും നമ്മുടെ പ്രവർത്തികളാണ്. ഇനി ഈ ജിന്നുകളുടെ വയസ്സ് എത്രയെന്നറിയോ? അവരുടെ യുവത്വപ്രായ വയസ്സ് 180. നമ്മൾക്ക് 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സ്, 20 വയസ്സ് തികയുന്ന സമയം അവർക്ക് 180 വയസ്സാവണം ആ പ്രായത്തിലെത്തണമെങ്കിൽ. 10,000, 20,000 വർഷങ്ങളൊക്കെ ഇവർ ജീവിക്കും. 1,00,000 വർഷങ്ങളൊക്കെ ഇവർ ജീവിക്കും. അവർക്ക് ആയുസ്സുണ്ട്. മാത്രമല്ല നമ്മുടെ വീടുകളിൽ
ഇന്ന മിൻ അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അല്ലദീ യുസവ്വിറൂന ഹാദിഹി സൂറ. അതായത് നമ്മുടെ വീട്ടുകളിൽ ഈ ജീവികളുടെ ഫോട്ടോകൾ തൂക്കിയിടുക, അതിനെ വരക്കുക, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഖിയാമത്ത് നാളിൽ അവരെ ശിക്ഷിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീടുകളിൽ ഈ ജിന്നുകളുടെ ഫോട്ടോ തൂക്കിയിട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ തൂക്കിയിട്ടാൽ, അല്ല ഈ വീടുകളിൽ ഈ ജീവികളുടെ ഫോട്ടോ തൂക്കിയിട്ടാൽ അതിലേക്ക് വന്നിട്ട് ജിന്നി ഇരിക്കും, ശൈത്താന് അതിൽ വന്ന് പാറാവാവും എന്ന് പറയുന്നു. ഷോക്കേസിലൊക്കെ ജീവികളുടെ ഫോട്ടോകളോ അല്ലെങ്കിൽ രൂപങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ശൈത്താൻമാർ മറന്ന് ഉപവിഷ്ടരാകും, അവർ പാറാവാകും. അത് നമുക്ക് വളരെ ദോഷം ചെയ്യും. അതുകൊണ്ട് രൂപങ്ങളായാൽ അടച്ചു വെക്കണം, ഫോട്ടോകളായാൽ അതിനെയും അടച്ചു വെക്കണം. അടച്ചു വെക്കാം, ബുക്കുകളുടെ ഉള്ളിൽ, ആൽബത്തിൻ്റെ ഉള്ളിൽ, പെട്ടികളുടെ ഉള്ളിൽ ഒക്കെ അടച്ചു വെക്കാം. കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന രൂപങ്ങളുണ്ട്, പാവക്കുട്ടികളുണ്ട്, പാവകൾ, അതുപോലുള്ള മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ അലമാറയിലോ മറ്റോ എടുത്ത് അടച്ചു വെക്കണം, പുറത്തിങ്ങനെ വെക്കരുത്. അതിലൊക്കെ ഇവർ പാറാവാവും. അതുകൊണ്ടാണ് അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിലക്കിയിരുന്നത്. ഇന്നിപ്പോൾ ഒന്നിലും നോട്ടമില്ല, എല്ലാം ആഭാസകരമായിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കമൻറ്റ് ബോക്സിലൂടെ കമൻ്റ് അയക്കാൻ മറക്കരുത്.